എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു കടച്ചക്ക കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. എങ്ങനെയാണ് കടച്ചക്ക കറി തയ്യാറാക്കുന്നത് നോക്കാം. ഒരു കടച്ചക്ക മുഴുവനായിട്ട് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ചെത്തി കൂടി എടുക്കണം. ഇതിൻ്റെ നടുഭാഗത്തുള്ള കൂഞ്ഞു പോലെയുള്ള ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് ചെത്തിക്കളയണം. അത് കളഞ്ഞെടുത്താൽ മാത്രമേ കടച്ചക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കടച്ചക്കയ്ക്ക് കാണുന്ന പോലെയല്ല, തൊണ്ടിനൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ. ഞുറുക്കാനും അതിൻ്റെ തോട് കളയാനൊക്കെ നല്ല പാടാണ്. തൊണ്ട് കളയാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കടച്ചക്ക പിന്നെ വേവിക്കാനും വെക്കാനും ഒക്കെ വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. നമ്മുടെ ഫേവറേറ്റാണ്. കടച്ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ കൊതി മാറുവോളം മേടിച്ച് കൂട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് തന്നെയാണ്. കടച്ചക്കയ്ക്ക് നല്ലൊരു കറ കാണും കേട്ടോ. ചക്കയ്ക്കൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു കറ ഇതിനുമുണ്ട്. നമ്മളിത് ചെത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം കറ പറ്റും. കൈയൊക്കെ നല്ലപോലെ കറുത്ത് വരും കേട്ടോ. അതുപോലെ തന്നെ തൊണ്ടൊക്കെ ചെത്തുന്ന സമയത്ത് ടൈലയിലൊക്കെ നേരിട്ടിട്ട് കഴിഞ്ഞാലും ടൈലയിൽ ചെറിയൊരു കറ വരും. അത് ഒഴിവാക്കാനാണ് പേപ്പർ വിരിച്ചിട്ട് നമ്മൾ തൊണ്ട് ചെത്തുന്നത്. തൊണ്ടെല്ലാം ചെത്തി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കഴുകി കൂടി എടുക്കാം. കഴുകിയെല്ലാം എടുത്തതിന് ശേഷം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ചെത്തിയെടുക്കുകയും കൂടി ചെയ്യണം. ഇതേ ഒരു അളവിൽ തന്നെ മുഴുവൻ ചക്കയും മുറിച്ചെടുക്കാം. കടച്ചക്ക മുഴുവനും പാകത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കുക കൂടി ചെയ്യണം. കടച്ചക്കയിൽ പുറമേ കാണുന്ന കറ പോലെ തന്നെ വേവിക്കുന്ന സമയത്തും ചെറിയൊരു കറച്ചവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിലാണ് കടച്ചക്ക വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടാം പാല് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. രണ്ടാം പാലിലാണ് മുഴുവൻ കടച്ചക്കയും നമ്മളിനി വേവിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ കടച്ചക്കയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. കടച്ചക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ചവർപ്പ്, ചെറിയൊരു കറ ചവയുണ്ടാകും. അതൊഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കടച്ചക്ക ഫുള്ളായിട്ട് വേവാൻ പാകത്തിന് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. കടച്ചക്ക വേവിക്കാനായിട്ട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ കടച്ചക്ക വെന്ത് കിട്ടും. കടച്ചക്ക ചെത്താനും മുറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വേവിക്കാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി കടച്ചക്ക മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ച് കൂടിയെടുക്കാം. കടച്ചക്ക വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളകും മല്ലിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനും കൂടിയുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് കൂടി പൊട്ടിച്ചെടുക്കാം. അടുത്തായിട്ട് മൂപ്പിക്കാനുള്ള മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എപ്പോഴും എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുകിട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഉള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
മുളക് പൊടി മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറച്ച് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നല്ലൊരു സ്മെല്ല് വരുവോളം അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീറ്റ് മസാല എപ്പോഴും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടച്ചക്കയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. മസാലയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കുക. എന്നാൽ മാത്രമേ മസാലയെല്ലാം കടച്ചക്കയിൽ പിടിക്കത്തുള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പൊക്കെ നമുക്ക് പാകത്തിനാണോന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. മസാല കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ചാൽ മാത്രമേ കടച്ചക്കയിൽ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കടച്ചക്ക വെള്ള കളറിലിരിക്കും. കടച്ചക്കയിൽ മസാലയുടെ ടേസ്റ്റൊന്നും വരില്ല. കടച്ചക്ക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് 1 പാൽ കൂടി ചേർത്ത് കൊടുക്കണം. 1.5 ഗ്ലാസ് 1 പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടച്ചക്കയെല്ലാം നല്ലപോലെ വെന്ത് മസാലയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒരുപാട് തിളച്ച് പോകണമെന്നുമില്ല. തേങ്ങാപ്പാൽ ഒരുപാട് തിളച്ച് പോയാലും കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് തന്നെ കറി ഇനി നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് ചൂടായി ആവി വന്നാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കറി ഇനി പെട്ടെന്ന് തിളച്ച് പോകാതിരിക്കാൻ കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതാവുമ്പോൾ തിളച്ച് പോകാതെ തന്നെ വാങ്ങാനായിട്ട് പറ്റും. കറി നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി അടുപ്പത്തുനിന്ന് കറി വാങ്ങാം. നമ്മുടെ കടച്ചക്ക കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറിയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.